ഹലോ, സ്റ്റേറ്റ് ബോർഡിന്റെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മളുടെ 2025 ലേറ്റസ്റ്റ് എഡിഷൻ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ആദ്യത്തെ ചാപ്റ്ററാണ് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഇൻസിഡന്റ് ആണ്. അതെന്താണ്? ഒരു കുട്ടി ഊഞ്ഞാലാടുന്ന ഒരു കാര്യം. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരാണ്. ഒരാൾ പറയാണ് 10 തവണ അയാൾ ആടി എന്ന് പറയാണ്. അപ്പൊ ആ ആടുന്ന ആള് പറയാനില്ല, ഞാൻ ആകെ 5 തവണ ആടിയിട്ടുള്ളൂ എന്ന്. അപ്പൊ ടീച്ചറും ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു കാര്യത്തിനോട് എഗ്രി ചെയ്യാണ്. ശരിയാണ്, ആ കുട്ടി ആകെ 5 തവണ ആടിയിട്ടുള്ളൂ, 10 തവണ ആടിയിട്ടില്ല, 5 തവണ ആടിയിട്ടുള്ളൂ. അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ഒരു തവണ മുഴുവിപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? ഊഞ്ഞാൽ ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കുക, നമ്മള് ഒന്ന് പുറകിലേക്ക് ആഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയി വീണ്ടും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വരുമ്പോഴാണ് നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുക അല്ലെ. ഒറ്റ തവണയായി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്, ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഊഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഓസിലേഷൻ ആണ്. അപ്പൊ ആ ഓസിലേഷൻ എന്താണെന്നാ പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ ആണ്. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താണ്? അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന, ഇവിടെ നമ്മുടെ ഊഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ മോഷൻ എന്ന് പറഞ്ഞാല് പുറകിലേക്ക് പോയി വീണ്ടും അതേ സ്ഥാനത്തേക്ക് വന്ന് മുമ്പോട്ട് പോയി വീണ്ടും അതേ സ്ഥാനത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു മോഷനെയാണ് എന്ത് പറയുന്നത്? ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു പെൻഡുലം ക്ലോക്ക്, ആ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓസിലേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ ആണ്. അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ കൂടെയാണ്. റെഗുലർ ഇന്റർവെല്ലിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ്സ് to and fro at regular interval of time about its equilibrium position. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ഏകദേശം റെഗുലർ ഇന്റർവെല്ലിൽ അത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഓസിലേഷനും പീരിയോഡിക് മോഷനും തമ്മിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓസിലേഷൻ ആൻഡ് പീരിയോഡിക് മോഷൻസ്. ഓക്കെ, എല്ലാ ഓസിലേഷൻസും എന്താണ്? ഓൾ ഓസിലേഷൻസ് ആർ പീരിയോഡിക്. എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് ആണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻസും എന്തല്ല? ഓസിലേഷൻസ് അല്ല. ഓക്കെ, ഇനി ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താ? ഓസിലേഷനിൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. പീരിയോഡിക്കിൽ ടു ആൻഡ് ഫ്രോ ഉണ്ടാവാം, പക്ഷെ ടു ആൻഡ് ഫ്രോ അല്ലാതെ റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്നതും എന്താണ്? പീരിയോഡിക് മോഷൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് പറയുന്ന? ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. എല്ലാരും ഓസിലേഷൻസ് അല്ല, പക്ഷെ ഓസിലേഷൻസ് എന്താണ്? പീരിയോഡിക് മോഷൻസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാ പറയുന്നത്. ഒരു സൈഡിലേക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് മൂവ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഏതാണോ, ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഏത് ഡിസ്റ്റൻസ് ആണോ, അതിനെയാണ് നമ്മൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പൊസിഷനിൽ നിന്ന് ഇത് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഏതാ? ഈ ഒരു സ്ഥലത്തേക്കാണല്ലേ. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? എ എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഈ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് തന്നെയാണ്. അതിനൊരു SI യൂണിറ്റ് ഉണ്ട്. ആ SI യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ ആവാൻ കാരണം എന്താണ്? അത് ദൂരം, സഞ്ചരിക്കുന്ന ദൂരമാണ് പറയുന്നത് അല്ലെ. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? മീറ്റർ ആയിരിക്കും. ഇനി എപ്പോഴാണ് വെൻ ഡസ് ദ സ്വിംഗ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഒരു സ്വിംഗ്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഇവിടെ നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മളുടെ സ്വിംഗ് എന്ന് വിചാരിക്കാം. ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റെസ്റ്റിലായിരിക്കുമ്പോൾ അത് ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്, അതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ആദ്യം സ്വിംഗ് ഇങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ടേക്ക് വന്നു, വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി, പുറകിലേക്ക് വന്നു അല്ലേ. ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇമാജിൻ സ്വിങ്ങിന്റെ പൊസിഷൻ ഇതാണ്, പക്ഷെ അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എപ്പോഴാണ് പറയാ? ഇത് ഇവിടം വരെ പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നാലും നമ്മൾ അതിനെ എന്ത് പറയും? 1 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. ഓക്കെ, ആ 2 ഇമേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വേണം? അത് പുറകിലേക്ക് പോയി അവിടേക്ക് തന്നെ തിരിച്ചു വന്ന് മുമ്പോട്ട് പോയി വീണ്ടും അത് അതേ സ്ഥാനത്തേക്ക് തന്നെ വരുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ മുമ്പോട്ട് പോയി തിരിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ വരുമ്പോൾ ഇറ്റ് കംപ്ലീറ്റഡ് 1 ഓസിലേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഓസിലേറ്ററി മോഷന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു സ്വിങ്ങിന്റെ കേസ്, പിന്നെ ഞാൻ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പെൻഡുലം ഓഫ് എ ക്ലോക്ക്. വേറൊരു എക്സാമ്പിൾ ആണ് വൈബ്രേറ്റിംഗ് ഗിത്താർ സ്ട്രിങ്. നമ്മളുടെ ഗിത്താർ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴും അവിടെ നടക്കുന്നത് ഒരു ടു ആൻഡ് ഫ്രം മോഷനും ഉണ്ട്, അതൊരു പീരിയോഡിക് മോഷനുമാണ്. അതിനെ നമുക്കപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute to complete 30 oscillation, അപ്പൊ 30 ഓസിലേഷൻ ടൈം ഫോർ 30 ഓസിലേഷൻ. 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് എടുക്കുന്ന സമയം എത്രയാണ്? 1 minute ആണ് അല്ലേ. 1 മിനിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 സെക്കൻഡ് ഓർ 60 സെക്കൻഡ്സ് നമുക്ക് എഴുതാം. ഇനി ഹൗ ലോങ് ഡസ് ഇറ്റ് ടു ടേക്ക് 1 ഓസിലേഷൻ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് എഴുതാം ടൈം ഫോർ 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് മൊത്തം 60 സെക്കൻഡ് എടുത്തു. അതില് 60 സെക്കൻഡിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു? 30 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിക്കാനായിട്ട് 60 ഡിവൈഡഡ് ബൈ 30, 0 0 ക്യാൻസൽ ചെയ്തു, 3 × 2 ആണല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? 2. ഇനി ടൈം അല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നത്? ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാം? 2 seconds എഴുതാം. ഓക്കെ, അപ്പൊ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയമാണ് എത്ര? 2 seconds എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2 സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആ പെൻഡുലത്തിന്റെ പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ T എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? SI യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അനദർ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ ഒരു പെൻഡുലം കംപ്ലീറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിന്റെ നമ്പർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റിൽ എത്രയായിരുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 minute എന്ന് പറയുന്നത് 30 എണ്ണമായിരുന്നു അല്ലെ? നേരത്തെ ചോദ്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. 1 മിനിറ്റിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് 30 എണ്ണമായിരുന്നെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം? 30 ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 30 ഡിവൈഡഡ് ബൈ 60 ചെയ്യുക, 0 0 ക്യാൻസൽ ചെയ്തു, 2. അപ്പൊ എത്രയാ? 1/2 വരും. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സെക്കൻഡില് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. 0 ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, 0.5 പോയിന്റ് വരാത്തെന്താണ്? ഓക്കെ, ഇനി അതിനൊരു യൂണിറ്റ് ഉണ്ട്, അത് നമുക്ക് പറഞ്ഞിട്ട് അവിടെ പോയി യൂണിറ്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡില് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓസിലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് അത് കംപ്ലീറ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുത്ത സമയമാണ് ടൈം പീരീഡ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് ഫ്രീക്വൻസി. ഓക്കെ, അതില് SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഫ്രീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടിയിരുന്നത്? ഇവിടെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്
ഹേർട്സ് ആണ്. ക്ലിയർ? അവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. അപ്പൊ നമ്മളവിടെ ഹേർട്സ് എന്ന് യൂണിറ്റ് കൊടുത്തു. ഇനി ഇവിടെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തു അല്ലേ? അതിന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 2 ഇക്വേഷൻസ് നമുക്ക് എന്താ നോക്കാം. പീരീഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? മൊത്തം എടുത്ത സമയം ഡിവൈഡഡ് ബൈ എത്ര ഓസിലേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊടുത്തു. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ വരാ? ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് ആണ് എന്ത്? സെക്കൻഡ്. SI യൂണിറ്റ് ഓഫ് പീരീഡ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ്. മൊത്തം എത്ര ഓസിലേഷൻസ് ഉണ്ടായിരുന്നു, അതിന് എത്ര സമയം എടുത്തു, അതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താ? ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെക്കൻഡില് കംപ്ലീറ്റ്, ഒരു സെക്കൻഡ് മീൻസ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസും ആണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്, SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം, SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. താങ്ക് യു. നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്.